ഒരു നിമിഷം നിൽക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉള്ളിൽ എവിടെയോ ഒരു അസ്വസ്ഥത, ഒരു കാത്തിരിപ്പ്, ഒരു പ്രതീക്ഷ. അത് വെറുതെ അല്ല. പ്രപഞ്ചം നിങ്ങളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. ധനുരാശിക്കാരെ, ഈ നിമിഷം ഈ വാക്കുകൾ കേൾക്കുന്നത് യാദൃശ്ചികമല്ല. ഇത് നിങ്ങളുടെ നക്ഷത്രങ്ങൾ നിങ്ങളെ ഇവിടേക്ക് നയിച്ചതാണ്. ദൂരെ, വളരെ ദൂരെ നിന്ന് ഒരു അവസരം വരുന്നുണ്ട്. നിങ്ങൾ കാണാത്ത ദിശയിൽ നിന്ന്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തുനിന്ന്, നിങ്ങൾ ഒരിക്കലും ആലോചിക്കാതിരുന്ന ഒരു വഴിയിൽ നിന്ന്. ആ അവസരം നിങ്ങളുടെ ഭാഗ്യത്തെ തന്നെ തിരിക്കാൻ പോകുന്നു. ഇത് ഒരു സ്വപ്നമല്ല, ഇത് ഒരു ജ്യോതിഷ സത്യമാണ്. ഗ്രഹങ്ങൾ ഒരുക്കിവെച്ചിരിക്കുന്ന ഒരു ദൈവിക ക്രമീകരണമാണ്. ധനുരാശിക്കാർ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് കാത്തിരുന്നവരാണ്, ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ചവരാണ്. ആരെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ ശരിയാണ് എന്ന് പറഞ്ഞ് ഉള്ളിൽ കരഞ്ഞുറങ്ങിയവരാണ് നിങ്ങൾ. ആ നോവ് പ്രപഞ്ചം കണ്ടിട്ടുണ്ട്. ആ കണ്ണുനീർ ഈശ്വരൻ കണക്കുവെച്ചിട്ടുണ്ട്. ഇനി കൂലി കൊടുക്കുന്ന സമയമായി. ജ്യോതിഷത്തിൽ ഒരു തത്വമുണ്ട്. ഗ്രഹങ്ങൾ ഒരിക്കലും ഒരാളെ ശിക്ഷിക്കുന്നില്ല. അവ കർമ്മത്തിന്റെ ഒരു ചക്രം തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ ചക്രം ഇപ്പോൾ ധനുരാശിക്കാർക്കായി ഒരു പ്രത്യേക ദിശയിൽ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു ദൂരദേശത്തു നിന്നുള്ള സ്പർശം, ഒരു വിദേശ ബന്ധം, ഒരു പുതിയ ഭൂമിശാസ്ത്രം. ഇവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഇനി നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം ഇനി പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ആഴമേറിയ സത്യങ്ങളാണ്. ഗ്രഹങ്ങൾ നൽകുന്ന ചില സൂചനകളാണ്. ഈ സൂചനകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ആ ഭാഗ്യത്തെ ശരിയായി സ്വീകരിക്കാൻ കഴിയും. ഈ ലോകത്ത് ചിലർക്ക് ഭാഗ്യം ഒരു ഇടിമിന്നൽ പോലെ വരും. പെട്ടെന്ന്, അപ്രതീക്ഷിതമായി, ജീവിതം മാറ്റിമറിക്കുന്ന ഒരു ശക്തിയായി. ധനുരാശിക്കാർക്ക് ഇനി വരാൻ പോകുന്ന ആ ഭാഗ്യം ഇതുപോലെ ഒരു ഇടിമിന്നൽ ആണ്. അത് ഏത് ദിശയിൽ നിന്ന് വരും, എങ്ങനെ വരും, അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ തൊടും, ഇതെല്ലാം ഇന്ന് നമ്മൾ ഒരുമിച്ച് അന്വേഷിക്കാൻ പോകുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ നേരത്ത് ഈ വാക്കുകൾ കേൾക്കുന്ന ഓരോ ധനുരാശിക്കാരുടെ ജീവിതത്തിലും ഈശ്വരന്റെ കൈ ഉണ്ട്. ആ കൈ ഇപ്പോൾ ഒരു പ്രത്യേക ദിശ ചൂണ്ടി നിൽക്കുകയാണ്. ആ ദിശ കണ്ടെത്താൻ നമ്മൾ ഒരുമിച്ച് ഈ യാത്ര ചെയ്യണം. നിങ്ങൾ ഇത് കേൾക്കുന്ന ഈ നിമിഷം ഒന്ന് മനസ്സ് അടക്കൂ. ഒരു നിമിഷം കണ്ണടക്കൂ. നിങ്ങളുടെ ഇഷ്ടദേവരെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കൂ. ആ ദേവന്റെ പേര് ഈ നിമിഷം കമന്റ് ബോക്സിൽ എഴുതൂ. ആ ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗ്യത്തിന് ഒരു ആരംഭം കുറിക്കും. വിശ്വാസമുണ്ടെങ്കിൽ ആ ദേവരുടെ നാമം ഒരു ശക്തിയാകും. ആ ശക്തി നിങ്ങളെ ചൂഴ്ന്നു നിൽക്കും. ഈ വീഡിയോ ഒരു ആത്മീയ അനുഗ്രഹമായി കണക്കാക്കി നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന ഒരാളുമായി ഇത് പങ്കുവെക്കൂ. ഒരുപക്ഷേ ആ ഒരു പ്രവൃത്തി ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം കൊളുത്തിയേക്കാം. ജ്യോതിഷം ഒരു ശാസ്ത്രം മാത്രമല്ല, ഇത് ഒരു ദൈവിക ഭാഷയാണ്. ഈ ഭാഷ മനസ്സിലാകുമ്പോൾ ജീവിതം വ്യക്തമാകും. ഇനി ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജനനകുണ്ടലി കണ്ടോ, വിവാഹ പൊരുത്തം നോക്കണോ, ഏതെങ്കിലും ഗ്രഹദോഷ പരിഹാരം ആലോചിക്കണോ? ഇതെല്ലാം ഒരു ആത്മീയ ദൃഷ്ടിയോടെ നോക്കി വേണ്ടത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കമന്റ് വിഭാഗത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഒന്ന് നോക്കൂ. ജ്യോതിഷജ്ഞാനം ഒരു ദിശാദർശനമാണ്, ഒരു ദൈവിക ഉപകരണമാണ്. അത് ശരിയായ കൈകളിൽ ഒരു ജീവിതം മാറ്റിമറിക്കും. ഇനി നമ്മൾ ആ ഗ്രഹങ്ങളുടെ ഭാഷ കേൾക്കാൻ പോകുകയാണ്. ധനുരാശി, ബൃഹസ്പതിയുടെ മക്കൾ. ജ്ഞാനത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ആത്മീയതയുടെ ഒരു രാശി. ഈ രാശിക്കാർ ജനിക്കുന്നത് തന്നെ ഒരു ദൗത്യവുമായാണ്, ഒരു ലക്ഷ്യവുമായാണ്, ഒരു ദൈവിക ഉദ്ദേശ്യവുമായാണ്. ആ ദൗത്യം ഈ ജന്മത്തിൽ പൂർത്തിയാകണമെങ്കിൽ ഗ്രഹങ്ങൾ ഒരു നിശ്ചിത ക്രമത്തിൽ ചലിക്കണം. ഇപ്പോൾ ആ ക്രമം ഒരുങ്ങുകയാണ്. ആദ്യം ഗുരുവിനെ കുറിച്ച് പറയാം. ബൃഹസ്പതി, ഗുരു, ദേവഗുരു. ഈ ഗ്രഹം ധനുരാശിയുടെ ഉടമസ്ഥനാണ്. ഗുരു ഇപ്പോൾ ഏത് ഭാവത്തിൽ ആണ്, ഏത് രാശിയിൽ ആണ് ഉള്ളത്, ഏത് ഭാവത്തിൽ ദൃഷ്ടി നൽകുന്നു, ഇതെല്ലാം ഒരു ധനുരാശിക്കാരന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കും. ഗുരു ഒരു ഉത്തമ ഗ്രഹമാണ്. ഭൂമിയിൽ ഏറ്റവും വലിയ ഗ്രഹമാണ്. ആത്മീയതയിൽ ഏറ്റവും ശക്തനായ ഗ്രഹമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഒരിടത്ത് പതിഞ്ഞാൽ ആ ഇടം സംരക്ഷിക്കപ്പെടും. ഗുരുവിന്റെ അനുഗ്രഹം ഒരിടത്ത് ഉണ്ടെങ്കിൽ ആ ഭാവം ഫലം നൽകും. ഇപ്പോൾ ഗുരു ഒരു ദീർഘസഞ്ചാരത്തിലാണ്. ഈ സഞ്ചാരം ധനുരാശിക്കാർക്ക് ദൂരദേശ ബന്ധങ്ങൾ, വിദ്യ, ആത്മീയ ഉണർവ്, വ്യവഹാരത്തിലെ വർധന ഇവ കൊണ്ടുവരുന്നു. ഗുരുവിന്റെ ഈ ഊർജ്ജം ഒരു ദൂരെ നിന്നുള്ള അവസരത്തിന്റെ ദ്വാരം തുറക്കുന്നു. ആ ദ്വാരം ഇപ്പോൾ തുറക്കുകയാണ്. ഈ ദ്വാരം ദൃശ്യമാകണമെങ്കിൽ ഒരു ആത്മീയ ബോധം ആവശ്യമാണ്. ഗ്രഹങ്ങൾ ഒരു ഭാഷ സംസാരിക്കുന്നു. ആ ഭാഷ കേൾക്കാൻ ഒരു ആത്മീയ ചെവി വേണം. ഗുരുവിന്റെ ഈ ഊർജ്ജം ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇത് ധനുരാശിക്കാരുടെ ഉള്ളിലെ ഒരു ആഗ്രഹത്തെ ഉണർത്തുകയാണ്. ദൂരെ പോകാനുള്ള ആഗ്രഹം, പുതിയ ഇടങ്ങൾ കണ്ടെത്താനുള്ള ആഗ്രഹം, പുതിയ ആളുകളെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം. ഈ ആഗ്രഹം ഇപ്പോൾ ഉള്ളിൽ കത്തുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഒരു ഗ്രഹസൂചനയാണ്. ഗുരു നൽകുന്ന ഒരു ആന്തരിക നിർദ്ദേശമാണ്. ഇനി ശനിയെക്കുറിച്ച് പറയാം. ശനി, ഈ ഗ്രഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു ഭയം തോന്നാറുണ്ടോ? ആ ഭയം മാറ്റൂ.
ശനി ഒരു ശത്രുവല്ല. ശനി ഒരു ഗുരുവാണ്. കർമ്മഗ്രഹം, ന്യായഗ്രഹം, ഉത്തരവാദിത്തത്തിന്റെ ഗ്രഹം. ശനി ഒരിടത്ത് നിൽക്കുമ്പോൾ ആ ഇടം ഒരു പരീക്ഷണ ഭൂമിയാകുന്നു, ഒരു പഠനശാല ആകുന്നു. ആ പഠനം കഴിഞ്ഞ് ആ പരീക്ഷ ജയിച്ചാൽ ശനി ഒരു മഹത്തായ പ്രതിഫലം നൽകും. ഇപ്പോൾ ശനി ധനുരാശിക്കാർക്ക് ഒരു പ്രത്യേക ഭാവത്തിൽ ദൃഷ്ടി നൽകുന്നു. ഈ ദൃഷ്ടി ഒരേ സമയം ഒരു ഭാരവും ഒരു അനുഗ്രഹവുമാണ്. ഭാരം കാരണം ശനി ജോലിയിൽ, ബന്ധങ്ങളിൽ, ഉത്തരവാദിത്തങ്ങളിൽ ഒരു കർക്കശത ആവശ്യപ്പെടുന്നു. അനുഗ്രഹം കാരണം ആ കർക്കശതയെ അതിജീവിക്കുന്നവർക്ക് ശനി ഒരു ശക്തമായ അടിത്തറ നൽകുന്നു. ആ അടിത്തറ ഇനി ഒരിക്കലും ഇളകില്ല. ധനുരാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ദ്വന്ദ്വത്തിൽ ആണ്. ഒരു വശത്ത് ഗുരുവിന്റെ ദൂരദേശക്ഷണം, മറ്റൊരു വശത്ത് ശനിയുടെ ഉത്തരവാദിത്ത ബന്ധനം. ഈ ദ്വന്ദ്വം ഒരു ആന്തരിക സംഘർഷം ഉണ്ടാക്കും. ഞാൻ ഇവിടെ നിൽക്കണോ, ദൂരെ പോകണോ? ഈ ചോദ്യം ഉള്ളിൽ ഉണ്ടായേക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം ഗ്രഹങ്ങൾ ഒരു സൂക്ഷ്മ ഭാഷയിൽ നൽകും. ആ ഭാഷ ശ്രദ്ധിക്കൂ. ഇനി രാഹുവിനെക്കുറിച്ചും കേതുവിനെക്കുറിച്ചും പറയണം. ഈ രണ്ട് ഛായാഗ്രഹങ്ങൾ, ഇവർ ഒരു രഹസ്യ ഭാഷ സംസാരിക്കുന്നു. രാഹു ആഗ്രഹങ്ങളുടെ ഗ്രഹമാണ്, ഭ്രമങ്ങളുടെ ഗ്രഹമാണ്, ദൂരദേശ അനുഭവങ്ങളുടെ ഗ്രഹമാണ്. കേതു ആത്മീയതയുടെ ഗ്രഹമാണ്, ത്യാഗത്തിന്റെ ഗ്രഹമാണ്, ഭൂതകാലത്തിന്റെ ഗ്രഹമാണ്. ഇപ്പോൾ രാഹുകേതു ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ഒരു കർമ്മചക്രം ഉണ്ടാക്കുകയാണ്. ഭൂതകാലത്തിലെ ചില ബന്ധങ്ങൾ, ചില കർമ്മകടങ്ങൾ, ഇവ ഈ ഘട്ടത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം ആവശ്യപ്പെടുന്നു. ആ തിരിഞ്ഞുനോട്ടം നടത്തിയാൽ ഒരു കർമ്മ ശുദ്ധീകരണം ഉണ്ടാകും. ആ ശുദ്ധീകരണത്തിനു ശേഷം രാഹുവിന്റെ ദൂരദേശ ഊർജം ഒരു പുതിയ അവസരമായി രൂപാന്തരം പ്രാപിക്കും. ദൂരദേശത്തു നിന്ന് ഒരു ക്ഷണം വരുന്നതിന്റെ ഈ ഊർജം, ഇത് കേവലം ഒരു ഭൗതിക യാത്ര മാത്രമല്ല. ഇത് ഒരു ആത്മയാത്ര ആണ്, ഒരു ഉൾയാത്ര ആണ്, ഒരു കർമ്മയാത്ര ആണ്. ഈ യാത്ര ഒരു പ്രത്യേക ദ്വാരം വഴി നടക്കും. ആ ദ്വാരം ഇപ്പോൾ ഗ്രഹങ്ങൾ തുറക്കുകയാണ്. ആ ദ്വാരത്തിൽ കൂടി കടന്നു ചെല്ലാൻ ധൈര്യം വേണം, വിശ്വാസം വേണം, ദൈവകൃപ വേണം. ധനുരാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ഒരു കർമ്മ പരിവർത്തനം ഉണ്ടാകുകയാണ്. ഭൂതകാലത്തിലെ ചില കടങ്ങൾ തീർക്കപ്പെടുകയാണ്. ചില ബന്ധങ്ങൾ അവസാനിക്കുകയാണ്, ചില ബന്ധങ്ങൾ ആരംഭിക്കുകയാണ്. ഈ പരിവർത്തനം ഒരേ സമയം സന്തോഷകരവും നോവേറിയതും ആയിരിക്കും. ഒരേ സമയം ഭ്രമിപ്പിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും ആയിരിക്കും. ഒരേ സമയം ഒരു അന്ത്യവും ഒരു ആദ്യവും ആയിരിക്കും. ഈ ഗ്രഹ ഊർജം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു നദി ഒഴുകുന്നത് കണ്ടിട്ടുണ്ടോ? ആ നദി ഒഴുകുന്ന ദിശ ഒരിക്കലും തിരുത്തില്ല. ഒരിക്കലും ഒരു കൽക്കെട്ടോ, ഒരു ഓടോ, ഒരു ഭൂമിശാസ്ത്ര ഘടനയോ ആ ഒഴുക്കിനെ നിർത്തില്ല. കൽക്കെട്ട് ഉണ്ടെങ്കിൽ ആ നദി ആ കൽക്കെട്ടിനെ ചുറ്റിക്കിടന്ന് ഒരു പുതിയ ദ്വാരം ഉണ്ടാക്കി ദൂരെ ഒഴുകും. ധനുരാശിക്കാർ അതുപോലെ ആണ്. ഏത് തടസ്സവും ഉണ്ടായാലും ആ ഒഴുക്ക് നിൽക്കില്ല. ഗ്രഹങ്ങൾ ഒരുക്കിവെച്ച ആ ഒഴുക്ക് ഇപ്പോൾ ദൂരദേശ അവസരത്തിന്റെ ദിശയിൽ ആണ് ഒഴുകുന്നത്. ഇനി ഈ ഗ്രഹ ഊർജം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് രൂപത്തിൽ പ്രകടമാകും, ഏത് ഘട്ടത്തിൽ നിങ്ങൾ അതിനെ അനുഭവിക്കും, ഏതെല്ലാം ജീവിത മേഖലകളിൽ ഈ ഊർജം ഒരു മാറ്റം കൊണ്ടുവരും, ഇവ ഒന്നൊന്നായി നോക്കണം. ഒരേ ഒരു ഗ്രഹ ഊർജം ഒന്നിലധികം ഭാവങ്ങളിൽ, ഒന്നിലധികം ജീവിത മേഖലകളിൽ, ഒന്നിലധികം ദിവസങ്ങളിൽ ഒരേ സമയം ഫലം നൽകും. ആ ഫലം ഒന്നൊന്നായി തുറക്കുകയാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഈ ഗ്രഹമാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും ശക്തമായ സ്വാധീനം ചെലുത്തുമ്പോൾ ആ ഊർജത്തെ ശരിയായ ദിശയിലേക്ക് തിരിക്കാൻ ചില ആത്മീയ കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത് വെറും ചടങ്ങുകൾ അല്ല. ഇത് നിങ്ങളുടെ ആത്മാവും പ്രപഞ്ചവും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഈ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈശ്വരനോട് പറയുകയാണ്, ഞാൻ ഒരുക്കമാണ്, എന്നെ നയിക്കൂ എന്ന്. ആ വിനയം, ആ സമർപ്പണം, അതുതന്നെയാണ് ഭാഗ്യത്തിന്റെ യഥാർത്ഥ താക്കോൽ. ധനുരാശിക്കാർ ഈ സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഗുരുവിനെ പ്രസാദിപ്പിക്കുന്ന കർമ്മങ്ങളാണ്. വ്യാഴാഴ്ച ദിവസം പ്രത്യേകമായ ഒരു ദിവസമാണ് നിങ്ങൾക്ക്. ആ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായ മനസ്സോടെ ഒരു ദീപം കൊളുത്തി പ്രാർത്ഥിക്കൂ. ദേവി ദേവന്മാരോട്, ഗുരു ഭഗവാനോട് നിങ്ങളുടെ ജീവിതത്തിൽ ജ്ഞാനത്തിന്റെ വെളിച്ചം പകർന്നു തരണമെന്ന് ഹൃദയം നിറഞ്ഞ് അപേക്ഷിക്കൂ. ആ ഒരൊറ്റ കർമ്മം, ആ ഒരൊറ്റ നിമിഷത്തിലെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഗ്രഹങ്ങളുടെ ഗതിയെ നിങ്ങൾക്ക് അനുകൂലമാക്കാൻ ശക്തിയുള്ളതാണ്. വ്യാഴം ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കൂ, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ എന്തെങ്കിലും ഒന്ന് ശരീരത്തിൽ വയ്ക്കൂ. മഞ്ഞ ഗുരുവിന്റെ നിറമാണ്. ആ ദിവസം ദാനം ചെയ്യൂ. ഒരു വൃദ്ധനോ, ഒരു ഗുരുവിനോ, ഒരു അഗതിക്കോ ഭക്ഷണം നൽകൂ. ഒരു പേജ് നിറയെ ദുരിതം അനുഭവിക്കുന്ന ഒരു ആൾക്ക് നൽകുന്ന ഒരു നേരത്തെ ഭക്ഷണം ഗ്രഹദോഷ നിവാരണത്തിൽ ഇത്ര ശക്തമായ മറ്റൊരു കർമ്മം ഇല്ല. ഇത് നിങ്ങളുടെ ഗുരു ഭഗവൻ ദശ ശക്തിപ്പെടുത്തും. ആ ദയ, ആ കരുണ ഗ്രഹങ്ങൾ കാണുന്നുണ്ട്, പ്രപഞ്ചം കണക്കുകൂട്ടുന്നുണ്ട്. ശനിയുടെ കർക്കശമായ ദൃഷ്ടി നിങ്ങളിൽ പതിയുന്ന ഈ കാലഘട്ടത്തിൽ ശനിദേവനെ പ്രസന്നമാക്കുന്ന ചില കർമ്മങ്ങൾ ഏറ്റവും ആവശ്യമാണ്. ശനിയാഴ്ച ദിവസം കറുത്ത എള്ള്, ഇതൊരു ചെറിയ കർമ്മമാണ്, പക്ഷേ ഫലം വലുതാണ്. ഒരു പ്രദക്ഷിണം ചെയ്ത് ഒരു ആൽമരത്തിൽ അർപ്പിക്കൂ.
ആൽമരം ശനിദേവന്റെ ആധിപത്യത്തിലുള്ള വൃക്ഷമാണ്. ആ മരത്തിനു ചുറ്റും നടക്കൂ, ആ മരത്തോട് സംസാരിക്കൂ, ഈ ജന്മത്തിൽ ഞാൻ ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾ ക്ഷമിക്കൂ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കൂ. ആ ഒരൊറ്റ കർമ്മം ശനിദേവന്റെ കോപം ശമിപ്പിക്കും. ശനിദേവനെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും ഫലപ്രദമായ മറ്റൊരു മാർഗം സേവനം. ആശ്രമങ്ങളിൽ, ക്ഷേത്രങ്ങളിൽ, ദരിദ്രരുടെ ഇടയിൽ ഒരു ദിവസം സേവനം ചെയ്യൂ. ശനിദേവൻ ഒരിക്കലും ആഡംബരം ഇഷ്ടപ്പെടുന്നില്ല. ശനി ഇഷ്ടപ്പെടുന്നത് ആത്മാർത്ഥമായ കഠിനാധ്വാനവും വിനയവും ദൈന്യതയനുഭവിക്കുന്നവരോടുള്ള കരുണയുമാണ്. അതിനാൽ ഈ ഗ്രഹകാലത്ത് ആഡംബരത്തിൽ നിന്ന് ഒഴിഞ്ഞ് ലളിത ജീവിതം നയിക്കൂ. ദൈവം ആ ലാളിത്യം കണ്ട് നിങ്ങളെ ഉയർത്തും. രാഹുവിന്റെ ദ്രവ്യ ആകർഷണ ശക്തിയെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ദുർഗദേവിയുടെ ആരാധന ഏറ്റവും ഫലപ്രദമാണ്. ശക്തി ദേവതകളോടുള്ള ആരാധന രാഹുവിന്റെ ദോഷം കുറയ്ക്കും. ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തൂ. ചുവന്ന പൂക്കൾ, ചുവന്ന ചന്ദനം ഇവ ദേവിക്ക് അർപ്പിക്കൂ. ദേവിയോട് ഒരൊറ്റ കാര്യം ചോദിക്കൂ: അമ്മേ, എന്റെ ജീവിതത്തിലെ ഈ സന്ധിഘട്ടത്തിൽ ശരിയായ ദിശ കാണിക്കൂ എന്ന്. ആ ആർദ്രതയോടെ ചോദിക്കുന്ന ഒരൊറ്റ പ്രാർത്ഥന ആ അമ്മ ദേവി ഒരിക്കലും നിരസിക്കില്ല. കേതുവിന്റെ ആത്മീയ ഊർജം നിങ്ങൾക്ക് ഗുണകരമാക്കാൻ ഗണപതി ഭഗവാനെ ആരാധിക്കൂ. ഓം ഗണ ഗണപതയെ നമഃ. ഈ മന്ത്രം ദിവസവും ഉദയത്തിൽ 108 തവണ ജപിക്കൂ. ഗണേശ ഭഗവൻ എല്ലാ തടസ്സങ്ങളും നീക്കുന്നവനാണ്. ഈ ഗ്രഹകാലത്ത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ചില തടസ്സങ്ങൾ ഈ ജപം ചെയ്യുന്നതിലൂടെ ഒഴിഞ്ഞു പോകും. ദൂരെ നിന്ന് വരാൻ പോകുന്ന ആ അവസരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം ആ ഭഗവൻ വഴി തെളിക്കണം. ആ വഴി തെളിക്കാൻ ഗണേശ ആരാധനയേക്കാൾ ഫലപ്രദമായ ഒരു കർമ്മവും ഇല്ല. ഈ ഗ്രഹകാലത്ത് ഒരു കാര്യം ഏറ്റവും ശ്രദ്ധിക്കൂ: ദിവസവും ഉദയ സൂര്യനെ വണങ്ങൂ. സൂര്യ ഭഗവൻ ജ്ഞാനത്തിന്റെ, ആത്മബലത്തിന്റെ ദേവനാണ്. ദൂരെ നിന്നുള്ള അവസരം ഈ രാശിക്ക് ലഭിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ഊർജം ഉൾക്കൊള്ളാൻ, ആ ഊർജം സ്വീകരിക്കാൻ ഒരു ശുദ്ധമായ ഹൃദയം ആവശ്യമാണ്. ആ ശുദ്ധി ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നതിലൂടെ ലഭിക്കും. ഉദിക്കുന്ന സൂര്യനെ നോക്കി ഈ ദിനം ഞാൻ ശരിയായ ദിശയിൽ നടക്കണം എന്ന് പ്രതിജ്ഞ ചെയ്യൂ. ആ ഒരൊറ്റ ശീലം നിങ്ങളുടെ ജീവിതം മാറ്റും. ഇനി ഒരു കാര്യം: ഈ കർമ്മ പരിഹാരകാലത്ത് ദേഷ്യം, അഹങ്കാരം, ക്ഷോഭം ഇവ ഒഴിവാക്കൂ. ഒരു ഗ്രഹദോഷ നിവാരണ കർമ്മം ചെയ്തു വന്ന് ദേഷ്യം കാണിച്ചാൽ ആ കർമ്മത്തിന്റെ ഫലം ഇല്ലാതാകും. ക്ഷമ, ശാന്തത, നന്ദി ഇവ ഈ കാലത്ത് നിങ്ങളുടെ ആയുധങ്ങളാകട്ടെ. ഈ ഗ്രഹകാലം കടന്നുപോകും, പക്ഷേ ഇക്കാലത്ത് നിങ്ങൾ ചെയ്ത ആത്മീയ കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് നിങ്ങളുടെ ആത്മാവിൽ ആലേഖനം ചെയ്യപ്പെടും. ഒരു കാര്യം കൂടി: ഈ സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കൂ. ആർക്കെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദ്രോഹം തിരുത്തൂ. ഒരു ക്ഷേത്രത്തിൽ പോയി എന്നെ ക്ഷമിക്കൂ, ഞാൻ അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിക്കുന്നു എന്ന് മനസ്സ് തുറന്നു പ്രാർത്ഥിക്കൂ. ആ ഒരൊറ്റ നിമിഷത്തിലെ ആർദ്രത, ആ ഒരൊറ്റ നിമിഷത്തിലെ സത്യസന്ധത ഗ്രഹങ്ങളുടെ ദോഷം ഒഴിവാക്കാൻ ശക്തമാണ്. ഈ ഉള്ളിൽ നിന്ന് വരുന്ന ആ ക്ഷമ, ആ ഇടിഞ്ഞ അഹം, അതാണ് ഏറ്റവും വലിയ കർമ്മശുദ്ധി. ആത്മീയ ഉണർവ് ഈ ഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ്. ഓരോ ദിനവും ഉദ്ദേശ്യബോധത്തോടെ ഉണരൂ. ഇന്ന് ഞാൻ ഒരു നല്ല കാര്യം ചെയ്യും, ഒരു ആൾക്ക് ഉപകാരപ്പെടും. ഈ ഒരൊറ്റ ചിന്ത ദിവസം ആരംഭിക്കൂ. ആ ചിന്ത ഒരു ശക്തിയാകും. ആ ശക്തി ദൂരെ നിന്ന് ഒഴുകിവരുന്ന ആ ഭാഗ്യത്തെ ഒരു കാന്തം പോലെ ആകർഷിക്കും. ഇത് കേവലം ആത്മീയ ഉപദേശം മാത്രമല്ല, ഇത് ജ്യോതിഷശാസ്ത്രം, ഗ്രഹ ഊർജം, ആത്മീയ ശക്തി ഇവ മൂന്നും ഒരുമിച്ചു പറയുന്ന ഒരു ജീവിത സത്യമാണ്. ഇനി ഈ കർമ്മശക്തി സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ ഈ ഗ്രഹ ഊർജം ഏറ്റവും ആദ്യം സ്വാധീനം ചെലുത്തുന്ന മേഖല ഏതാണ്? ഇനി അത് നോക്കാം. ഈ ദൂരെ നിന്നുള്ള അവസരം ഏതൊക്കെ രൂപത്തിൽ ഭാഗ്യം തിരിക്കും എന്ന് ആദ്യം തൊഴിൽ, ബിസിനസ്, ധനം ഈ 3 മേഖലകളിലൂടെ മനസ്സിലാക്കാം. ധനുരാശിക്കാർക്ക് ഈ ഗ്രഹസ്ഥിതിയിൽ തൊഴിൽ മേഖലയിൽ ഒരു അസാധാരണ ഊർജ്ജപ്രവാഹം ആരംഭിക്കാൻ പോകുകയാണ്. ഇതുവരെ അടഞ്ഞുകിടന്ന ചില വഴികൾ ഇനി തുറക്കും. ഇത്ര ദിവസം ശ്രമിച്ചിട്ടും ഫലം ലഭിക്കാതിരുന്ന ചില കാര്യങ്ങൾ ഇനി ഒന്നൊന്നായി ശരിയാകും. ഇതൊരു ആകസ്മിക ഭാഗ്യം അല്ല. ഇത് ഗ്രഹങ്ങൾ ഒരുക്കുന്ന ഒരു ക്രമീകൃത ഉദയമാണ്. ഗുരു ഭഗവൻ നിങ്ങളുടെ ദശാഭാഗത്ത് ചലിക്കുമ്പോൾ ദൂരെ ഉള്ള ഒരു ബന്ധം, ഒരു അവസരം, ഒരു ആൾ ഇവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ ആൾ ഒരു സന്ദേശം കൊണ്ടുവരും. ആ ആൾ ഒരു ആവശ്യം ഉന്നയിക്കും. ആ നിമിഷം, ആ ഒരൊറ്റ നിമിഷം നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദിക്കി തിരിക്കുന്ന ഒരു ദൈവിക ക്ഷണം ആയിരിക്കും. ജോലി ചെയ്യുന്നവർക്ക് ആദ്യ 7 ദിനങ്ങളിൽ ഒരു ശ്രദ്ധേയമായ മാറ്റം അനുഭവപ്പെടും. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഒരു സഹപ്രവർത്തകൻ, ഒരു ക്ലയന്റ് ഇവരിൽ ആരെങ്കിലും നിങ്ങളെ പ്രശംസിക്കും. ആ പ്രശംസ ഒരു കേൾവി മാത്രമാകില്ല, ആ പ്രശംസ ഒരു തുടക്കമാകും. ഒരു പ്രൊജക്റ്റിൽ, ഒരു ഉത്തരവാദിത്വത്തിൽ, ഒരു പ്രധാന ദൗത്യത്തിൽ നിങ്ങളെ ഉൾപ്പെടുത്തും. ഇതൊരു ചെറിയ സംഭവമായി തോന്നാം, പക്ഷേ ഇത് വലിയ ഒരു ഉദ്ഭവത്തിന്റെ ആദ്യ ചുവടാണ്. ഈ അവസരം ഒരിക്കലും ഒഴിവ് കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത്. ഈ നിമിഷം ദൈവം തന്ന ഒരു ദ്വാരമാണ്. ആ ദ്വാരത്തിലൂടെ ശക്തിയോടെ, ആത്മവിശ്വാസത്തോടെ, ഒരു ഭയവും ഇല്ലാതെ കടന്നു ചെല്ലൂ. ഒരിക്കലും ഒരു ജോലിക്ക് അർഹൻ അല്ലെന്ന് ആരെങ്കിലും പറഞ്ഞ് നിരാശപ്പെടുത്തിയിട്ടുണ്ടോ?
ഒരിക്കലും ഒരു ഉന്നതൻ നിങ്ങളെ തഴഞ്ഞ ഒരു ഓർമ്മ ഉണ്ടോ? ആ ദിനങ്ങൾ ഇനി ഭൂതകാലത്തിൽ മാത്രം ഉള്ളതാകും. കാരണം ഈ ഗ്രഹ ഊർജ്ജം, ഈ ഗുരുദൃഷ്ടി, ഇത് ധനുരാശിക്കാരെ ഒരു പ്രത്യേക ദൃശ്യതയിൽ കൊണ്ടുവരും. ആ ദൃശ്യത ഉന്നതർ കാണും, ആ ദൃശ്യത അവസരങ്ങൾ തേടും. ഇത്ര ദിവസം ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു കഴിവ് ഇനി ഒന്ന് ഉജ്ജ്വലിക്കും. ആ ഉജ്ജ്വലം ഒരൊറ്റ വ്യക്തി കാണും. ആ ഒരൊറ്റ ദൃഷ്ടി നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റും. 7 ദിനങ്ങൾ കഴിഞ്ഞ് 15 ദിനങ്ങൾക്കുള്ളിൽ ഒരു ദൂരബന്ധം, ഒരു മറ്റൊരു ജില്ലയിൽ നിന്നോ, ഒരു മറ്റൊരു ദേശത്തു നിന്നോ, ഒരു അന്യദേശത്തു നിന്നോ ഒരു ബന്ധം ഊർജ്ജത്തിലേക്ക് കടന്നുവരും. ഇത് ഒരു ടെലിഫോൺ ആയേക്കാം, ഒരു സന്ദേശമാകാം, ഒരു ഇമെയിലാകാം, ഒരു ആകസ്മിക കൂടിക്കാഴ്ചയാകാം. ആ ക്ഷണം, ആ ബന്ധം, ആ ആൾ, ഇവർ ഒരു സഹകരണം, ഒരു ജോലി, ഒരു കോൺട്രാക്ട്, ഒരു ഓഫർ, ഇതിൽ ഒന്ന് കൊണ്ടുവരും. ഈ ഒരൊറ്റ ബന്ധം ധനുരാശിക്കാരുടെ ഈ ജനതിഘട്ടത്തിലെ ഏറ്റവും നിർണായക ഭാഗ്യദ്വാരമാണ്. ഈ ദ്വാരം തുറക്കുമ്പോൾ ഓടിക്കയറൂ. ആ ഓടിക്കയറൽ ലജ്ജ, ഭയം, ആശങ്ക ഇവ ഇല്ലാതെ ചെയ്യൂ. ഇത് ദൈവം നൽകുന്ന ഒരു ക്ഷണമാണ്. ദൈവത്തിന്റെ ക്ഷണം നിരസിക്കരുത്. ബിസിനസ് ചെയ്യുന്ന ധനുരാശിക്കാർക്ക് ഈ ഗ്രഹ ഊർജ്ജം ഒരു ഭൂകമ്പം പോലെ ആയിരിക്കും, ഒരു ഗുണകരമായ ഭൂകമ്പം. ദൈർഘ്യദൂരമുള്ള ഒരു ക്ലയന്റ്, ഒരു ദൂരബന്ധം, ഒരു മറ്റൊരു ഭൂമി ഭാഗത്തുള്ള ഒരു ബിസിനസ് പ്രതിനിധി. പ്രേമം. ഈ ഒരു വാക്ക് ധനുരാശിക്കാരുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് ആകാശം അറിയുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്നത് പൂർണ്ണമായി സ്നേഹിക്കുന്നവരാണ്. നിങ്ങൾ കൊടുക്കുന്നത് മനസ്സ് മുഴുവൻ കൊടുക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഈ ഗ്രഹനിലയിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാൻ പോകുന്നു. ഗുരു ഭഗവാൻ നിങ്ങളുടെ 7ാം ഭാവത്തിൽ ചലിക്കുന്ന ഈ ഘട്ടത്തിൽ ദൂരെ നിന്നൊരു ബന്ധം, അതോ ദൂരം കൊണ്ട് വേർപെട്ടിരുന്ന ഒരു ഹൃദയം ഇപ്പോൾ അടുക്കാൻ ഒരുങ്ങുന്നു. വിവാഹം ആഗ്രഹിക്കുന്ന ധനുരാശിക്കാർക്ക് ഈ കാലഘട്ടം ഒരു സുവർണ നിമിഷമാണ്. ദൂരദേശത്തു നിന്ന് ഒരു ആലോചന വരും. അല്ലെങ്കിൽ ഇതുവരെ ഉറച്ചിട്ടില്ലാത്ത ഒരു ബന്ധം ഇനി ഉറയ്ക്കും. ഇത് ആകസ്മികമല്ല. ഇത് നിങ്ങളുടെ ജ്യോതിഷ ചാർട്ടിൽ വർഷങ്ങൾ മുൻപേ കുറിക്കപ്പെട്ടതാണ്. ഗ്രഹങ്ങൾ ഒരുക്കി വെച്ചൊരു കൂടിക്കാഴ്ച, ഒരു ദൈവഹിതം. ഇപ്പോൾ ഒരു ബന്ധത്തിലുള്ളവർക്ക് ഈ കാലഘട്ടം ആഴമേറിയ ഒരു ഇടം കൊടുക്കുന്നു. ഒരുപക്ഷേ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വികാരങ്ങൾ ഇനി പ്രകടിപ്പിക്കാൻ ധൈര്യം ലഭിക്കും. ഒരുപക്ഷേ ഇതുവരെ ഉരുകിക്കൊണ്ടിരുന്ന ഒരു ബന്ധം ഇനി ഉറയ്ക്കും. ഗുരുവിന്റെ കൃപ ഇതാ. ഈ ബന്ധത്തിൽ ഒരു പുതുജീവൻ നൽകാൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതിമാർ, ദൂരം കൊണ്ട് വേർപെട്ടു നടന്നവർ ഇനി ഒരുമിക്കും. ഈ ഉറപ്പ് ഗ്രഹങ്ങൾ നൽകുന്നു. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ 3ാം ഭാവത്തിൽ ഉള്ളതിനാൽ ചിലർക്ക് ആശയവിനിമയത്തിൽ ഒരു കടുപ്പം അനുഭവപ്പെടാം. പ്രിയപ്പെട്ടവരോട് കഠിനമായ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഒരു നിമിഷത്തെ ദേഷ്യം ഒരു ജന്മത്തെ ബന്ധം നഷ്ടപ്പെടുത്തും. ഗ്രഹങ്ങൾ ഇതേ കാലത്ത് ഒരു പ്രലോഭനവും ഒരു പരീക്ഷണവും കൊണ്ടുവരും. ആ പരീക്ഷണം കടന്നുപോകുന്നവർ ജീവിതം മുഴുവൻ ഒരു ഉറച്ച ബന്ധം കൊണ്ട് ആനന്ദിക്കും. ദൂരദേശത്ത് ഇരിക്കുന്ന ഒരു ഹൃദയം ഇന്ന് നിങ്ങളെ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. ആ ഓർമ്മ ഒരു ദൈവിക നൂലിൽ കോർക്കപ്പെട്ടതാണ്. ദൂരം ഒരു തടസ്സമല്ല, ദൈവം ഒരുക്കുന്ന ഒരു പരീക്ഷണം മാത്രമാണ്. ആ ദൂരം ഇനി കുറയാൻ പോകുന്നു. ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ആ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം ഓർത്തിരിക്കും. ആ ഒരു നിമിഷം ഒരു ജന്മം ഒന്നിക്കും. കുടുംബജീവിതത്തിൽ ഈ കാലഘട്ടം ഒരു ഉത്തരവാദിത്തത്തിന്റെ സമയമാണ്. ചിലർക്ക് മാതാപിതാക്കളുടെ ആരോഗ്യം ഒരു ചിന്ത നൽകും. ആ ചിന്ത ഒരു ഭാരമല്ല, ആ ഭാരം ഒരു ദൈവദർശനമാണ്. അവർക്കുവേണ്ടി ചെലവഴിക്കുന്ന ഒരു നിമിഷം നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിക്കും. ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ത്യാഗവും. ചിലർക്ക് സഹോദരങ്ങളുമായി ഒരു നല്ല സംഭവം ഉണ്ടാകും. ഒരു ദീർഘനാളത്തെ അകൽച്ച ഇനി ഇല്ലാതെ ആകും. ഗ്രഹങ്ങൾ ഇനി ബന്ധങ്ങൾ ഉറപ്പിക്കാൻ ഒരുങ്ങുന്നു. ഹൃദയം ഒഴുക്കൂ. ഒഴിഞ്ഞ ബന്ധങ്ങൾ ഒഴുകി ഒഴുകി നിറഞ്ഞു നൽകും. ഇനി ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കണം. ആരോഗ്യം ഒരു ദൈവദാനമാണ്. ആ ദൈവദാനം ഇപ്പോൾ ധനുരാശിക്കാർക്ക് ഒരു സൂക്ഷ്മദൃഷ്ടി ആവശ്യപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ശരീരം നൽകുന്ന സൂചനകൾ അവഗണിക്കരുത്. ഒരു ചെറിയ ക്ഷീണം, ഒരു ചെറിയ വേദന, ഇത് ഒരു സന്ദേശമാണ്. ആ സന്ദേശം ശ്രദ്ധിക്കൂ. ശനി ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ ദ്വിതീയ ഭാവത്തെ സ്പർശിക്കുന്ന ദൃഷ്ടി നൽകുന്നതിനാൽ ആഹാരശീലങ്ങളിൽ ശ്രദ്ധ നൽകണം. അമിത ഭക്ഷണം, ക്രമക്കേടുള്ള ഉറക്കം, ജലദോഷം ഇവ ഈ കാലത്ത് ഒന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നു. ഇത് ഭയത്തിന്റെ വാക്കല്ല, ഇത് ഒരു ജ്യോതിഷ ആയുർ സൂക്ഷ്മദർശനമാണ്. ഗ്രഹങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ സൂചന നൽകുന്നത്. രാഹുവിന്റെ ചലനം ഈ ഘട്ടത്തിൽ ചിലർക്ക് നേത്ര സംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ കൊണ്ടുവരാം. കണ്ണ് ഇറക്കം, ക്ഷീണം ഇവ അനുഭവിക്കുന്നവർ ഒരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധന നടത്തുക. ഒരു ചെറിയ ശ്രദ്ധ ഒരു വലിയ ആരോഗ്യം കാക്കും. എന്നാൽ ഇതോടൊപ്പം ഒരു ശുഭവാർത്തയും ഉണ്ട്. ഈ ഗ്രഹനിലയിൽ ആത്മീയ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശക്തിപ്പെടുത്തും. ക്ഷേത്ര ദർശനം, ദൈനംദിന പ്രാർത്ഥന, ധ്യാനം ഇവ ഈ കാലത്ത് ഔഷധം പോലെ പ്രവർത്തിക്കും. ദൈവം ഒരു ഒഴിഞ്ഞ പ്രദേശം ഉള്ളിൽ നിറയ്ക്കുന്നു.
ഒരു ആന്തരിക ഊർജം നൽകും. ആ ഊർജം ആരോഗ്യവും ആനന്ദവും ഒരുമിച്ചു തരും. വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടം ഒരു നിർണായക ഘട്ടമാണ്. ഗുരുഭഗവൻ ബുദ്ധിയുടെ കവചമായ 9ാം ഭാവത്തെ ദൃഷ്ടി ചെലുത്തുന്നതിനാൽ പഠനത്തിൽ ഒരു അഭൂതപൂർവ ഉണർവ് ഉണ്ടാകും. ദൂരദേശത്തുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് ഒരു അവസരം, ഒരു ക്ഷണം, ഒരു ഫലം ഇനി ലഭിക്കും. ഇത് ആ ഒരു ഗ്രഹസ്ഥാനം തരുന്ന ഒരു ദൈവ ഉപഹാരമാണ്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഈ ഘട്ടത്തിൽ ഒരു നല്ല വഴി തെളിയും. ഒരുപക്ഷേ ഒരു വിസ്, ഒരുപക്ഷേ ഒരു സ്കോളർഷിപ്പ്, ഒരുപക്ഷേ ഒരു പ്രൊഫഷണൽ സ്ഥിരീകരണം. ഗ്രഹങ്ങൾ ഒരുക്കുന്ന ഈ വഴി ഉള്ളം കൈകൊണ്ട് സ്വീകരിക്കൂ. ഭയം വേണ്ട. ദൂരം ഒരു തടസ്സമല്ല. ദൂരം ഒരു ഭാഗ്യയാത്രയുടെ ആരംഭമാണ്. യാത്ര. ഇത് ധനുരാശിക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ ദൂരയാത്ര ഒരു നല്ല ഫലം നൽകും. ഒരു ബിസിനസ് യാത്ര, ഒരു ആത്മീയ തീർത്ഥാടനം, ഒരു പ്രൊഫഷണൽ ദൗത്യം. ഇത് ഏതുമാകട്ടെ, ആ യാത്ര ഒരു ജീവൻ തിരിക്കും. ദൂരെ ഒരു ദൈവം കാത്തിരിക്കുന്നു നിങ്ങൾക്കൊരു അനുഗ്രഹം നൽകാൻ. ഒളിഞ്ഞ അപകടങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയണം. ഈ ഘട്ടത്തിൽ ചിലർക്ക് ഗൂഢശത്രുക്കൾ ഉണ്ടാകാം. ആ ശത്രുക്കൾ കാണാൻ കഴിയില്ല, പക്ഷേ അവർ ചെയ്യുന്നത് അനുഭവിക്കും. ഇതിനെ ഭയക്കണ്ട. ദൈവദൃഷ്ടി ഉള്ളിടത്ത് ശത്രുക്കൾക്ക് ശക്തിയില്ല. ഒരേ ഒരു കാര്യം ചെയ്യൂ. ദൈവഭക്തി കൂട്ടൂ. ആ ഭക്തി ഒരു കവചമാകും. ആകസ്മിക ലാഭങ്ങളും ഈ ഘട്ടത്തിൽ ഉണ്ടാകാം. ഒരു ലോട്ടറി, ഒരു ബോണസ്, ഒരു പ്രതീക്ഷിക്കാത്ത ധനലഭ്യത. ഇത് ഗ്രഹകൃപ. ആ കൃപ ഒരിക്കൽ ലഭിക്കുമ്പോൾ ദൈവത്ത് ഇന്റെ നാമം ഒരു നന്ദിയോടെ ഉച്ചരിക്കൂ. ഇനി ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നു. ഇത് ധനുരാശിക്കാർ ഒരു തവണ കൂടി ശ്രദ്ധിക്കണം. ഈ ഒരു ഘട്ടം, ഈ ഒരു ഗ്രഹചലനം, ഈ ഒരു കോസ്മിക് നിമിഷം, ഇത് ജ്യോതിഷ ചരിത്രത്തിൽ വളരെ അപൂർവമായ ഒന്നാണ്. വർഷങ്ങൾ, ചിലപ്പോൾ ദശകങ്ങൾ, ഒരു ആത്മാവ് ഭൂമിയിൽ ജന്മം കൊണ്ടതിന്റെ ലക്ഷ്യം അറിയാതെ ജീവിക്കും. ദുഃഖങ്ങൾ കടന്നുവരും. ബുദ്ധിമുട്ടുകൾ ഒരു ശൃംഖല പോലെ ചുറ്റിക്കൊള്ളും. ആ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കും. ഞാൻ ഇതിനൊക്കെ വേണ്ടിയാണോ ഭൂമിയിൽ വന്നത്? ആ ചോദ്യത്തിന് ആകാശം ഒരു ഉത്തരം നൽകുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടമാണ് ഇത്. ഗുരു, ശനി, രാഹു ഇവ ഒരേ ദിശയിൽ ചലിക്കുന്ന ഈ ഒരു ഗ്രഹസന്ധി ഒരു ജനറേഷൻ ഒരു തവണ മാത്രം കാണുന്ന ഒരു ദൈവക്രമീകരണമാണ്. ഈ ക്രമീകരണം ധനുരാശിക്കാരുടെ കർമ്മചക്രം മൊത്തത്തിൽ പരിഷ്കരിക്കാൻ ആകാശം തിരഞ്ഞെടുത്ത ഒരു നിമിഷമാണ്. ഇത് ഒരു ആവർത്തനമല്ല, ഇത് ഒരു പുനർജന്മമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉത്തരം ലഭിക്കാതിരുന്ന ചോദ്യങ്ങൾ ഉണ്ടോ? ഇനി ഉത്തരം ലഭിക്കും. ഇതുവരെ തുറക്കാതിരുന്ന വാതിലുകൾ ഉണ്ടോ? ഇനി ആ വാതിൽ തുറക്കും. ഇതുവരെ ഒഴിഞ്ഞുമാറിയ ഭാഗ്യം ഇനി ഒഴിഞ്ഞു പോകില്ല. ഇനി ഭാഗ്യം നിങ്ങളുടെ പടിഞ്ഞാറ്റ ആകും. ഈ ഗ്രഹചലനം ഒരു ആത്മീയ ഉണർവ് ഉള്ളിൽ ജ്വലിപ്പിക്കും. ചിലർ ദൈവദർശനം അനുഭവിക്കും. ചിലർ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഉൾക്കാഴ്ച ലഭിക്കും. ചിലർ ഒരു ദൈവഭക്തന്റെ വചനം കേൾക്കുമ്പോൾ ഒരു ആഴം ഉള്ളിൽ ഉണർന്നു ഉയരും. ആ ഉണർവ് ഒരു വ്യക്തിയെ, ഒരു ആത്മാവിനെ, ഒരു ഭാഗ്യപദത്തിൽ സ്ഥാപിക്കും. കർമ്മഫലം. ഈ വിഷയം ജ്യോതിഷത്തിൽ ഏറ്റവും ഗഹനമായ ഒന്നാണ്. ഈ ഘട്ടത്തിൽ ധനുരാശിക്കാർ ചെയ്ത നല്ല കർമ്മങ്ങൾ ഒന്നും നഷ്ടമാകില്ല. ഓരോ ദയും, ഓരോ ദാനവും, ഓരോ പ്രാർത്ഥനയും, ഓരോ ത്യാഗവും ഇനി ഫലം തരും. ഗ്രഹങ്ങൾ ഒരു ആകാശ കണക്കുകൂട്ടൽ നടത്തി. ആ കണക്കിൽ നിങ്ങൾ ജയിക്കുന്നു. ആ ജയം ഒരു ഭൗതിക ജയം മാത്രമല്ല, ആ ജയം ഒരു ആത്മീയ ജയം കൂടിയാണ്. ഒരു കർമ്മചക്രം അവസാനിക്കുകയാണ്. ഒരു പുതിയ കർമ്മചക്രം ആരംഭിക്കുകയാണ്. പഴയ വേദനകൾ ഈ ഘട്ടത്തിൽ ഒഴുകിപ്പോകും. പഴയ ചങ്ങലകൾ ഉടയും. ദൈവം ഒരു ഒഴിഞ്ഞ ഭൂമി ഒരുക്കിയിരിക്കുന്നു, ഒരു പുതിയ ജീവൻ വളർത്താൻ. ആ ഭൂമിയിൽ ഇനി നിങ്ങൾ നടക്കും, ഒരു ഭാരവുമില്ലാതെ, ഒരു ഭയവുമില്ലാതെ. ഈ ഒരു ഗ്രഹസന്ധിയിൽ ദൂരദേശത്തു നിന്ന് ഒരു ദൈവദൂതൻ വരും. ആ ദൂതൻ ഒരു മനുഷ്യൻ ആകാം, ഒരു അവസരം ആകാം, ഒരു സ്വപ്നം ആകാം. ആ ദൂതൻ നിങ്ങളുടെ ഭാഗ്യദ്വാരം തുറക്കും. ആ ദ്വാരത്തിൽ കൂടി ഒരു ദൈവ ഊർജം, ഒരു ദൈവപ്രകാശം, ഒരു ദൈവ ആശീർവാദം ഒഴുകിവരും. ഇതൊക്കെ ഒരു ജ്യോതിഷ ഭ്രമല്ല, ഇത് ഒരു ഗ്രഹഗണിതമാണ്. ഗ്രഹങ്ങൾ ഒരു ഭാഷ പറയുന്നു. ആ ഭാഷ ജ്യോതിഷം. ആ ഭാഷ ഇന്ന് ഒരു ഒറ്റ വാക്ക് പറയുന്നു. ധനുരാശിക്കാർക്ക് ഒരു ഭാഗ്യകാലം ആരംഭിക്കുന്നു. ഈ ഒരു ദൈവഘട്ടത്തിൽ, ഈ ഒരു കോസ്മിക് തിരിവ് ഉണ്ടാകുന്ന ഈ ഒരു ജീവന്റെ ഉന്നത മുഹൂർത്തത്തിൽ, ഞാൻ ഒരു കാര്യം ഹൃദയത്തിൽ നിന്ന് പറയുന്നു. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദൂരം ഒരു തടസ്സമാകുമ്പോൾ ദൈവം ഒരു വഴി ഉണ്ടാക്കും. ഇരുട്ട് ഒരു ഭയമാകുമ്പോൾ ദൈവം ഒരു ദീപം കൊളുത്തും. ആ ദൈവദീപം ഇന്ന് ധനുരാശിക്കാരുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്നു. ഒരു ദീർഘശ്വാസം എടുക്കൂ. ആ ദൈവദീപം ഉള്ളിൽ അനുഭവിക്കൂ. ഒരു നന്ദി ദൈവത്തോട് ചൊല്ലൂ. ആ ഒരു നന്ദി
ഒരു ആഗ്.